കോഴിക്കോട് ഫറോക്ക് പുതിയ പാലത്തിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ച യുവാവിനെ മാറാട് പോലീസ് അനുനയിപ്പിച്ച് പിന്തിരിപ്പിച്ചത് വൈറലായിരുന്നു. വീണ്ടും കോഴിക്കോട് നിന്നും അത്തരമൊരു നന്മ വാർത്ത എത്തുകയാണ്. ഇതിന്റെ വിശദാംശങ്ങൾ പോലീസ് പൂർണ്ണമായും പുറത്തുവിട്ടിട്ടില്ല. യുവതിയുടെ വിവരങ്ങൾ പുറത്തു വരാതിരിക്കാനാണിത്. ഏതായാലും സംയോജിത ഇടപെടൽ ഒരു ജീവൻ രക്ഷിച്ചു. തിരുവോണം പിറ്റേന്ന് അർദ്ധരാത്രിയിലാണ് ചേവായൂർ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു സ്ത്രീയുടെ ഫോൺ സന്ദേശം എത്തിയത്. എൻജിഒ ക്വാർട്ടേഴ്സിന് സമീപം താമസിക്കുന്ന സുഹൃത്തായ യുവതി ജീവനൊടുക്കാൻ പോകുന്നുവെന്നായിരുന്നു അത്. യുവതിയുടെ വീട് കൃത്യമായി അറിയില്ലെന്നും പറഞ്ഞു. ഇതോടെ പോലീസ് ഉണർന്നു പ്രവർത്തിച്ചു. അതിവേഗം ആ യുവതിയെ കണ്ടെത്തി ആത്മഹത്യയിൽ നിന്ന് രക്ഷപ്പെടുത്തിയെന്നാണ് പുറത്തുവിട്ട വിവരം. പോലീസിനെതിരെ മർദ്ദന കഥകൾ നിറയുമ്പോഴാണ് ഈ കഥ പോലീസിനുള്ളിൽ നിന്നും പുറത്തു വരുന്നത്. പോലീസ് സ്റ്റേഷനിൽ വന്ന ഫോൺ സന്ദേശമാണ് നിർണായകമായത്. രാത്രി സ്റ്റേഷൻ ചുമതലയുണ്ടായിരുന്ന സീനിയർ സിവിൽ പോലീസ് ഓഫീസർ വിജേഷ് വിവരം മൊബൈൽ പെട്രോളിംഗ് ഓഫീസർക്ക് കൈമാറി. വേങ്ങേരി ഭാഗത്ത് പെട്രോളിംഗിലുള്ള SI സജീവ് കുമാറും CPO വിജിനേഷും സൈബർ സെല്ലിന്റെ സഹായത്തോടെ യുവതിയുടെ വീടിന്റെ ലൊക്കേഷൻ 600 മീറ്റർ ചുറ്റളവിലാണെന്നും മനസ്സിലാക്കി. പോക്കറ്റ് റോഡുകളിലൂടെ സഞ്ചരിച്ച് ഒരു വീട്ടിലെത്തി കാര്യം പറഞ്ഞു. പരിസരം അറിയാവുന്ന ഗൃഹനാഥനെയും കൂട്ടി പോലീസുകാർ യുവതിയുടെ വീട് കണ്ടെത്തി. യുവതിയെക്കുറിച്ചുള്ള സൂചനകൾ ഫോൺ സന്ദേശത്തിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത് സാധിച്ചത്. അർദ്ധരാത്രി കോളിംഗ് ബെൽ ശബ്ദം കേട്ട് വാതിൽ തുറന്ന വീട്ടുകാർ പോലീസുകാരെ കണ്ടു ഞെട്ടി. മകളെ തിരക്കി പോലീസ് എത്തിയതറിഞ്ഞപ്പോൾ പരിഭ്രമം ഇരട്ടിച്ചു. പിന്നീട് മുകളിലെ കിടപ്പുമുറിയുടെ വാതിൽ തുറന്ന് യുവതി പുറത്തേക്ക് വന്നു. ഇതോടെ ഏവർക്കും സമാധാനമായി. വീട്ടുകാരെ കാര്യങ്ങൾ പോലീസ് ബോധ്യപ്പെടുത്തി. ഇതോടെ വീട്ടുകാർക്കും ആശ്വാസമായി. ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങിയ മകൾ ജീവിതത്തിലേക്ക് തിരികെ വന്നത് പോലീസിന്റെ ഇടപെടലാണെന്ന് വീട്ടുകാർ തിരിച്ചറിഞ്ഞു. ആ കുടുംബം പോലീസിന് നന്ദി അറിയിച്ചു. യുവതി കടുത്ത മാനസിക സംഘർഷത്തിലാണെന്നും പോലീസിന് ബോധ്യമായി. കൗൺസിലിങ്ങിനുള്ള നിർദ്ദേശങ്ങളും നൽകിയാണ് പോലീസ് സംഘം മടങ്ങിയത്.